നമുക്ക് ഞാനൊരു കഥ പറഞ്ഞു തരട്ടെ. ഒരു കാടിൻ്റെ കഥ, അതിമനോഹരമായ ഒരു കാടിൻ്റെ കഥ. സിംഹവും കടുവയും പുലിയും മാനും ആനയും എല്ലാവരും ഒന്നിച്ച് ജീവിച്ചിരുന്ന ഒരു കാടിൻ്റെ കഥ. അതായത് പണ്ട് ഒരു കാട്ടിൽ എല്ലാ ജന്തുക്കളും ഒന്നിച്ച് ജീവിച്ചിരുന്നു. ഓക്കെ, അവിടേക്ക് ഒരു ചെന്നായിക്കൂട്ടം കടന്നു വന്നു മറ്റൊരു കാട്ടിൽ നിന്നും. എന്താണ് പിന്നീട് സംഭവിച്ചെന്നതിൻ്റെ കഥ. അവർക്ക് ആവശ്യമായ സാധനങ്ങളെല്ലാം ആ കാട്ടിൽ തന്നെ ഉണ്ടായിരുന്നു. പക്ഷേ അവരുടെ ഉദ്ദേശം വേറെയായിരുന്നു. അവർ അവിടുത്തെ മൃഗങ്ങളുമായി ആദ്യം ചങ്ങാത്തം കൂടി. അവർ സിംഹത്തോട് പറഞ്ഞു, സിംഹമേ, നീയാണ് ഏറ്റവും വീരശാലി, നീയല്ലേ ഈ കാട് ഭരിക്കേണ്ടത്. ആനയോട് പറഞ്ഞു, നീയാണ് ഈ കാട്ടിൽ ഏറ്റവും ബലശാലി, നീയല്ലേ ഈ കാട് ഭരിക്കേണ്ടത്. അവർ ജിറാഫിനോട് പറഞ്ഞു, നീയാണ് ഈ കാട്ടിൽ ഏറ്റവും ഉയരമുള്ളവൻ, നീയല്ലേ ഈ കാട് ഭരിക്കേണ്ടത്. അങ്ങനെ വിഷത്തിൻ്റെ വിത്തുകൾ അവർക്കുള്ളിലേക്ക് അവർ പാകിയിട്ടു. അവസാനം ആ കാട്ടിനുള്ളിൽ ഒന്നിച്ച് ജീവിച്ചിരുന്ന ആ മൃഗങ്ങൾ തമ്മിൽ ചങ്ങാത്തമില്ലാതായി. യുദ്ധങ്ങളും ആക്രമണങ്ങളും മറ്റും ഉണ്ടായി. സിംഹത്തിൻ്റെയും ആനയുടെയും ജിറാഫിൻ്റെയും ശക്തി ക്ഷയിച്ചു തുടങ്ങി. ദുർബലമായി അവരുടെ കാട്. അങ്ങനെ ഇരിക്കെ അവിടുത്തെ തീരെ ദുർബലരായ മുയലുകളും പക്ഷികളും ചേർന്ന് ഒരു സംഘം രൂപീകരിച്ചു. അവരെന്ത് ചെയ്തു? അവർ കാടുകളിൽ യോഗങ്ങൾ നടത്തി തുടങ്ങി. അവർ ആ യോഗങ്ങളിൽ ഒരു തീരുമാനമെടുത്തു. അത് ഇങ്ങനെയായിരുന്നു: നമ്മുടെ ജീവിതം എങ്ങനെയായിരുന്നു, നമ്മളിനി എങ്ങനെയാണ് ജീവിക്കുന്നത്, ചെന്നായ്ക്കളുടെ അടിമത്തമുള്ള ഈ ലോകത്തിൽ, ഈ കാട്ടിൽ നമ്മൾ എങ്ങനെയാണ് ജീവിക്കുന്നത്. ഇങ്ങനെയുള്ള ഓരോരോ വിചാരങ്ങൾ അവരുടെ ഉള്ളിൽ വന്നു തുടങ്ങി. ഇവർ മറ്റ് മൃഗങ്ങളുമായി സംസാരിക്കാൻ തുടങ്ങി. അവസാനം ഇവരെല്ലാവരും ഒരു കൂട്ടമായി ചെന്നായ്ക്കളെ എതിർക്കാൻ തന്നെ തീരുമാനിച്ചു. കുറച്ച് മൃഗങ്ങൾ പറഞ്ഞു, നമുക്ക് ഇവരെ ആക്രമിച്ച് തോൽപ്പിക്കാം. കുറച്ച് മൃഗങ്ങൾ പറഞ്ഞു, അക്രമം ഒന്നിനും ഒരു പരിഹാരമല്ല, നമുക്ക് സമാധാനത്തിൻ്റെ പാതയിൽ മുന്നേറാം. പക്ഷേ ചില മൃഗങ്ങൾ ചെന്നായ്ക്കളുമായി യുദ്ധത്തിലേർപ്പെട്ടു. പക്ഷേ പരാജയമായിരുന്നു ഫലം. അവസാനം എല്ലാവരും ഒന്നിച്ച് സമാധാനത്തിൻ്റെ പാതയിൽ സമരം ചെയ്യുവാൻ തന്നെ തീരുമാനിച്ചു. അവസാനം ഒരു ദിവസം ആ സമരം വിജയം കണ്ടു. ചെന്നായ്ക്കൾ എന്നേക്കുമായി ഈ കാട്ടിന് പുറത്തു പോകുവാൻ തീരുമാനിച്ചു. നമ്മുടെ കാട്ടിലെ മൃഗങ്ങൾക്ക് വീണ്ടും സന്തോഷത്തോടും സാഹോദര്യത്തോടും ജീവിക്കുവാൻ അവസരം കിട്ടി. ഇങ്ങനെയിരിക്കെ വീണ്ടും അവരുടെ ഉള്ളിൽ ചില ആലോചനകൾ വന്നുകൂടി. ഇനിയും നമ്മൾ ഏതെങ്കിലും മൃഗങ്ങളുടെ അല്ലെങ്കിൽ പുറത്തുള്ളവരുടെ അടിമത്തത്തിൽ ആയിപ്പോയാലോ, എന്ത് ചെയ്യും? ഇവർ ചിന്തിച്ചു തുടങ്ങി. ഇതിനെല്ലാമായി അവരൊരു നിയമസംഹിത നിർമ്മിച്ചെടുക്കുവാൻ തീരുമാനിച്ചു. ഒരു കാടിൻ്റെ നിയമം. എല്ലാ മൃഗങ്ങളും സന്തോഷത്തോടും സമാധാനത്തോടും സാഹോദര്യത്തോടും ജീവിക്കുവാനായി ഒരു നിയമം. അവർ അത് എഴുതി സൂക്ഷിക്കുവാനും തീരുമാനിച്ചു. ഇന്ന് നമ്മുടെ രാജ്യത്തിൻ്റെ 75ാം റിപ്പബ്ലിക് ദിനം. നമുക്ക് സ്വന്തമായി ഒരു ഭരണഘടന ഉണ്ടായിട്ട് ഇന്ന് 75 വർഷങ്ങൾ തികയുകയാണ്. ഗാന്ധിജി, നെഹ്റു, സുഭാഷ് ചന്ദ്രബോസ് തുടങ്ങി ഒട്ടനേകം സ്വാതന്ത്ര്യ സമര പോരാളികൾ നമുക്കായി അവരുടെ ജീവനും സ്വത്തും നഷ്ടപ്പെടുത്തി നേടിത്തന്ന സ്വാതന്ത്ര്യം. ഇനി നമ്മൾ ഒരിക്കലും ഒരു അടിമ നുഖത്തിലേക്ക് തിരിച്ചു പോകില്ല എന്ന് നമ്മളെ ഓർമ്മിപ്പിക്കുന്ന ദിവസം. നമ്മുടെ രാജ്യം കോടാനുകോടി സംസ്കാരവും ലക്ഷക്കണക്കിന് ഭാഷകളും വൈവിധ്യങ്ങളുടെ നാട്. ഈ നാടിനെ ഒന്നിച്ചു നിർത്തിയ, ഈ 75 വർഷക്കാലവും ഒന്നിച്ചു നിർത്തിയ നമ്മുടെ ഭരണഘടന ഇന്ന് ഇന്ത്യയിലെ 140 കോടി ജനങ്ങളും ഒന്നിച്ച് നമ്മുടെ ഭരണഘടനാ നിർമ്മാണത്തിൻ്റെ ഈ ദിവസം റിപ്പബ്ലിക് ദിനമായി ആചരിക്കുന്നു. നമ്മുടെ രാജ്യത്തെ അടിമത്തത്തിൽ ആക്കി വച്ചിരുന്നവരും ഒരു കാര്യം വിചാരിച്ചിരുന്നു: ഇത്രയും വൈവിധ്യങ്ങളുള്ള നാട് എങ്ങനെ മുന്നോട്ട് പോകും?
140 കോടിയോളം ജനങ്ങൾ, ഇത്രയും മതങ്ങൾ, മതഭേദങ്ങൾ, ഭാഷാഭേദങ്ങൾ എന്നിവയുണ്ടായിട്ട് 75 വർഷവും നമ്മൾ മുന്നോട്ട് പോയിരിക്കുന്നു. ഇനിയും മുന്നോട്ട് പോവുക തന്നെ ചെയ്യും.